കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BBAയുടെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിലത്തെ ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നാളെയാണ് എക്സാം. മാക്സിമം പഠിച്ചു പോവുക. കുറച്ച് ടഫ് പേപ്പറാണ്, പെട്ടെന്ന് കയ്യിൽ നിന്നൊന്നും എടുത്ത് എഴുതാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കോൺസെപ്റ്റൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണല്ലോ എന്ന് കമൻറ്റിൽ പറയാം, എന്നാലേ നമ്മൾ അറിയുള്ളൂ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്ലി ഉള്ളവർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് റിസർച്ച്. ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ റിസർച്ച് എന്താണെന്ന് എഴുതി വെക്കണം. അതിന് ശേഷം വേരിയസ് ടൈപ്സ് എഴുതി വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റിഗേഷൻ, എ റെക്കോർഡിംഗ് ഓർ എൻ അനാലിസിസ് ഓഫ് എവിഡൻസ് ഫോർ ദി പർപ്പസ് ഓഫ് ഗെയിനിങ് നോളജ്. ഇത് ഡെഫിനിഷനാണ്, റോബർട്ട് റോസ് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ്. ഡിഫൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതാണ് എഴുതി വെക്കേണ്ടത്. വാട്ട് ഈസ് റിസർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലായിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ആദ്യം റിസർച്ച് എന്താണെന്ന് നിങ്ങൾ എഴുതുക, അതിന് ശേഷം വേണം വേരിയസ് ടൈപ്സ് ഓഫ് റിസർച്ച് എഴുതാൻ. Research is essentially an organized, systematic search for new knowledge or a fresh understanding of existing information. It's a structured way of investigating a problem, testing a hypothesis, or finding an answer to a question. ഞാൻ പറഞ്ഞിരുന്നു, ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെസ് ചെയ്യണത്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണതാണ്. അപ്പോൾ നമ്മൊരു പ്രോബ്ലം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും നമ്മൊരു ഹൈപ്പോത്തസിസ്, ഒരു ഗെസ് വർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനും വേണ്ടിയിട്ടും ഒരു സൊല്യൂഷൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? റിസർച്ച് നടത്തുന്നത്. ഈ റിസർച്ച് എന്താണെന്ന് എഴുതിയതിന് ശേഷം വേണം ടൈപ്സ് ഓഫ് റിസർച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ. ആദ്യത്തെ റിസർച്ചാണ് ഫണ്ടമെൻ്റൽ വേഴ്സസ് അപ്ലൈഡ് റിസർച്ച്. എന്താണ് ഫണ്ടമെൻ്റൽ? ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള റിസർച്ച്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുറച്ച് സയൻറ്റിസ്റ്റൊക്കെ കൂടിയിട്ട് ഒരു റിസർച്ച് നടത്താണ്. എന്താണ്? നമ്മൾ ടീനേജേഴ്സ് അവരുടെ ഉറക്കത്തിൻ്റെ ശീലങ്ങളെക്കുറിച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. അവർ ഉറങ്ങുന്ന സമയത്തുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്തണം. അപ്പോൾ ഫണ്ടമെൻ്റലിൽ ഒരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യണം? ഒരു ഫണ്ടമെൻ്റൽ റിസർച്ച് നടത്താണ്. എന്ത്? ആ സമയത്ത്, ആ ഉറങ്ങണ സമയത്ത് ആ ടീനേജുകാരൻ്റെ തലച്ചോറിൽ നടക്കുന്ന ന്യൂറോളജിക്കൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യണം? ഒരു റിസർച്ച് നടത്തണം. അവിടെ പ്രത്യേകിച്ചൊരു സൊല്യൂഷനൊന്നല്ല കിട്ടണത്. ജസ്റ്റ് എന്ത് ചെയ്യണം? ഒരു വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക്, ഒരു നോളേജിന് വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യണമാണ്? ആ സ്ലീപ്പിൻ്റെ സയൻസ് കണ്ടുപിടിക്കുകയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബേസിക് റിസർച്ചാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സൊല്യൂഷനൊന്നുമില്ല. ജസ്റ്റ് എക്സ്പാൻഡിങ് ദി നോളജ്, ഒരു അറിവിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു റിസർച്ചാണ് ഫണ്ടമെൻ്റൽ റിസർച്ച്. പക്ഷേ അപ്ലൈഡ് റിസർച്ച് അങ്ങനെയല്ല. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ടീനേജുകാരൻ ഉറങ്ങുമ്പോൾ അവിടെ വേണ്ട ഏറ്റവും ബെസ്റ്റ് ലൈറ്റ് ഫിൽറ്റർ ഏതാണെന്ന് നോക്കണം. ഏത് സെൽഫോണിന് ഇപ്പോൾ നമ്മൾ ഉറങ്ങണ നേരത്ത് ഇങ്ങനെ മൊബൈലും പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ലൈറ്റ് ഉണ്ട് നമ്മുടെ ഫോണിൽ. ഫോണിൽ ബ്ലൂ ലൈറ്റ്, വാം ലൈറ്റ്, കൂൾ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് സെറ്റിങ്സിലാക്കാൻ പറ്റും. അത് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ഉറക്കത്തിനെ വീഴ്ത്തണതും നമ്മുടെ കണ്ണിനെ ഇതാക്കണതും ഒക്കെ പലതും ഉള്ളൊരു എഫക്റ്റുള്ളൊരു ലൈറ്റ് സെറ്റിങ്സാണ്. അപ്പോൾ അതിൽ ഏത് ബെസ്റ്റ് ലൈറ്റ് ഫിൽറ്റർ യൂസ് ചെയ്താലാണ് നമ്മുടെ ടീനേജേഴ്സ് വേഗം ഉറങ്ങുക എന്നൊക്കെയാണ് അടുത്ത സയൻറ്റിസ്റ്റുകാരൻ കണ്ടുപിടിക്കുന്നത്. അതാണ് അപ്ലൈഡ് റിസർച്ച്. അതായത് അതിലെന്ത് കിട്ടും? ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സൊല്യൂഷൻ, ഒരു ഉത്തരം അവിടെ കിട്ടും ഈ റിസർച്ച് നടത്തുമ്പോൾ. അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ ആൻഡ് അപ്ലൈഡ് റിസർച്ച്. ഫണ്ടമെൻ്റൽ റിസർച്ച് ഓർ ബേസിക് റിസർച്ച് സീക്സ് ടു എക്സ്പാൻഡ് ജനറൽ നോളജ് വിത്തൗട്ട് എൻ ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ ഗോൾ. ഇറ്റ്സ് എ നോളജ് ഫോർ നോളജ് സേക്ക്. ഇതിൻ്റെ ആൻസർ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണാണ്ട് പഠിച്ചു വെച്ചാലും മതി. ഇറ്റ്സ് ജസ്റ്റ് ഫോർ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് നോളേജ്. വേറെ പ്രത്യേകിച്ച് ഗോൾസ് ഒന്നുമില്ല, ലക്ഷ്യങ്ങളൊന്നും ഇല്ല. ഇനി അടുത്തതാണ് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് ടു സോൾവ് എ സ്പെസിഫിക് പ്രാക്ടിക്കൽ പ്രോബ്ലം ഫേസിങ് എ സൊസൈറ്റി ഓർ ഓർഗനൈസേഷൻ. അവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ആ റിസർച്ച് നടത്തിയിട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ റിസർച്ച്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം: ഫണ്ടമെൻ്റൽ റിസർച്ച് എയിംസ് ടു അഡ്വാൻസ് നോളേജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ സബ്ജക്റ്റ് വിത്തൗട്ട് എ സ്പെസിഫിക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഇറ്റ്സ് അബൌട്ട് എക്സ്പ്ലോറിങ് ആൻഡ് ഡിസ്കവറിങ് ന്യൂ തിങ്സ്. പുതിയൊരു കാര്യം എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു റിസർച്ചാണ് ഫണ്ടമെൻ്റൽ റിസർച്ച്. Applied research aims to solve a specific practical problem or improve a situation. It's about using knowledge to address a real world issue. അവിടെ ഒരു സൊല്യൂഷൻ തന്നെ അപ്ലൈഡ് റിസർച്ചിൽ ഉണ്ടാവും. ഇനി അടുത്ത റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ടീനേജേഴ്സിൻ്റെ ഉറക്കത്തിൻ്റെ ഹാബിറ്റിനെ കുറിച്ചാണ് നമ്മുടെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യും? 1000 സ്റ്റുഡൻസിനെ എടുത്തിട്ട് ഒരു സർവേ നടത്തും. ആ സർവേ നടത്തിയിട്ട് അതിൽ നോക്കുമ്പോൾ ടീനേജേഴ്സിന് ഏകദേശം ഒരു 6.5 മണിക്കൂർ ഉറക്കമാണ് രാത്രി കിട്ടുന്നത്.
അതിൽ 70% പേരും എന്തായി ഉപയോഗിക്കുന്നത്, ഫോൺ ഉപയോഗിക്കും ഉറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ഫാക്റ്റുകൾ, കാര്യങ്ങൾ, ഡിസ്ക്രിപ്ഷൻസൊക്കെ പറയുന്നതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. A descriptive research describes a situation, phenomenon or population. It provides a snapshot of what's happening. പോപ്പുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ കുട്ടികളാണ് ഇവിടുത്തെ പോപ്പുലേഷൻ. അപ്പോൾ ഈ അവരുടെ ആ ഒരു സിറ്റുവേഷനും ഫിനോമിനനും കാര്യങ്ങളും, അതായത് അവർ ഉറങ്ങുന്നതിന് മുമ്പ് ഇത്ര മണിക്കൂർ ഫോൺ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ഫിനോമിനനൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട്. അതിനാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അനാലിറ്റിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സൊല്യൂഷൻ മാതിരി കിട്ടുകയാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഈ ഉറങ്ങുന്ന കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ കംപ്ലീറ്റ് ഒരു ഡാറ്റ ഉണ്ട് അതിൽ. അതായത് അവിടെ ഈ ഉറങ്ങുന്ന കുട്ടികളും അവരുടെ ക്വാളിറ്റി ഓഫ് ഉറക്കത്തിൻ്റെ ക്വാളിറ്റിനെ ബാധിക്കുന്നു എന്നുള്ളതും, അവർക്ക് ഉറക്കം കുറവാണെന്നുള്ളതും, അതുപോലെ തന്നെ ഈ ഫോണിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് അവരെ എന്താ പറയുക, ഉറക്കത്തിൻ്റെ സമയത്ത് വരുന്ന മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ ബാധിക്കുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ആ ഒരു എന്താ പറയുക കോസുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് ഏത് അനാലിറ്റിക്കൽ റിസർച്ചിൽ. അപ്പോൾ അനാലിറ്റിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. അപ്പോൾ അനാലിറ്റിക്കൽ റിസർച്ച് അനലൈസസ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ് ഡാറ്റ ടു അണ്ടർസ്റ്റാൻഡ് റിലേഷൻഷിപ്സ്, പാറ്റേൺ ആൻഡ് ട്രെൻഡ്സ്. ഇറ്റ് ഗോസ് ബിയോണ്ട് ഡിസ്ക്രിപ്ഷൻ ടു എക്സ്പ്ലെയിൻ വൈ തിങ്സ് ഹാപ്പൻഡ്. ഇത് ഒരുമിച്ചാണ് വരുന്നത് കേട്ടോ, ഡിസ്ക്രിപ്റ്റീവും അനാലിറ്റിക്കലും. ഡിസ്ക്രിപ്റ്റീവിൽ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷേ അനാലിറ്റിക്കൽ അങ്ങനെയല്ല, കംപ്ലീറ്റ് ഡാറ്റ ഉണ്ട്. അതേപോലെ തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കോസിൻ്റെ കാരണങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇനി അടുത്തതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റി, ആ അക്കങ്ങൾ, നമ്പർ. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഉറക്കത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് 6.5 മണിക്കൂർ ഉറക്കമാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ 70% പേരാണ് ഫോൺ യൂസ് ചെയ്യുന്നത്, ഇത്ര ശതമാനം പേരുടെ റേറ്റ്, അങ്ങനെ അത്തരത്തിൽ ആ ന്യൂമറിക്കൽ വാല്യൂവിനെ പറയണതാണ് എന്ത്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ദി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് യൂസസ് ന്യൂമറിക്കൽ ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് റിസൾട്ട്സ്. ഇറ്റ് എയിംസ് ടു മെഷർ ആൻഡ് ക്വാണ്ടിഫൈ ഫിനോമിന. ആ ഒരു ഫിനോമിനൻ എന്ത് ചെയ്യും, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് എന്ത്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അതിൻ്റെ ഒപ്പം വരുന്നതാണ് എന്ത്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്. എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്? ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിലെ ആ ടീനേജേഴ്സിനെ അവരോട് ഒരു ഇൻ്റർവ്യൂ ചെയ്ത് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഉറങ്ങുന്നതിന് മുമ്പ്, എന്താണ് നിങ്ങൾ രാവിലെ എന്താ നിങ്ങളുടെ മോർണിംഗ് റൂട്ടീന്, നിങ്ങൾക്ക് എത്രമാത്രം ക്ഷീണം ഉണ്ടാവും, നിങ്ങൾക്ക് അങ്ങനെ മൊത്തത്തിലൊരു നോൺ ന്യൂമറിക്കലായിട്ടുള്ള അക്കങ്ങളുടെ കണക്കൊന്നുമില്ലാത്ത ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുക, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് യൂസസ് non-numerical data such as text, images, observation to understand meanings and experiences. It aims to explore and describe phenomena. ഇനി അടുത്തതാണ് കോൺസെപ്റ്റുവൽ റിസർച്ചും എംപിറിക്കൽ റിസർച്ചും. അപ്പോൾ അതിൽ കോൺസെപ്റ്റുവൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ സയൻറ്റിസ്റ്റൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യണം, എല്ലാവരും കൂടി കുത്തിരുന്നിട്ട് എല്ലാവരും കൂടി ഒന്ന് ചർച്ച ചെയ്യാണ്, എന്താണ് നമ്മുടെ ഈ ടീനേജ് കുട്ടികളുടെ ഉറക്കത്തിൻ്റെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ, എന്താണ് പ്രശ്നങ്ങൾ. അതായത് ചിലപ്പോൾ ഇനി മൊബൈലിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് ആണോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂടിയിട്ട് അവർ എൻഗേജ് ആയിട്ടുള്ള കാരണം കൊണ്ടാണോ അവർ ഉറക്കം പോകുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ആണോ അവർ സ്ലീപ്പ്, അതായത് ഉറക്കത്തിന് എന്ത് ചെയ്യണത് ബുദ്ധിമുട്ടാക്കുന്നതെന്ന് മൊത്തത്തിൽ അവർ ചർച്ച ചെയ്തിട്ട് അവരൊരു തിയറിയിലേക്ക് എത്തുകയാണ്. ഇറ്റ് ഈസ് എ തിയറി ബിൽഡിങ്, ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുകയാണ്. ഓക്കെ, ഇന്ന കാരണം കൊണ്ടാണ് ഇവർ ഉറക്കം ഇങ്ങനെ പോകുന്നത്. അവിടെ ഒരു തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. അതാണ് ആ ആൻസറിൻ്റെ കീവേഡ്, തിയറിറ്റിക്കൽ കോൺസെപ്റ്റ്. അവിടെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. കോൺസെപ്ച്വൽ റിസർച്ച് ഇൻവോൾവ്സ് ഡെവലപ്പിംഗ് ആൻഡ് എക്സ്പ്ലോറിംഗ് തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ആൻഡ് ഫ്രെയിം വർക്ക്സ്. ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ഐഡിയാസ് ആൻഡ് തിയറീസ്. ഇനി ലാസ്റ്റത്തതാണ് എംപിറിക്കൽ റിസർച്ച്. എംപിറിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോർട്ടായിട്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു തിയറി കണ്ടുപിടിച്ചല്ലോ, അത് കറക്റ്റാണോ, ആ ഗസ് കറക്റ്റാണോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് എംപിറിക്കൽ റിസർച്ച്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സയൻറ്റിസ്റ്റൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഇത് നടത്തി നോക്കുകയാണ്, ഒരു ടെസ്റ്റ് നടത്തി നോക്കുകയാണ്. എന്ത്, ഈ ഉറങ്ങുന്ന ഈ ടീനേജേഴ്സിന് എന്ത് ചെയ്യുക, 2 ഗ്രൂപ്പാക്കി തിരിക്കുക, എന്നിട്ട് 2 പേരിലും ഒരു കൂട്ടർക്ക് എന്ത് ചെയ്യുക, ഒരു ബുക്ക് കൊടുക്കുക, ഉറങ്ങുന്നതിന് മുമ്പ് വായിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് എന്ത് ചെയ്യണം, മൊബൈലിലൊരു പസിൽസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്, ഇത് കൊടുക്കുകയാണ്, മൊബൈൽ കൊടുക്കുകയാണ്. അങ്ങനെ അവർ അതിൽ നിന്നും വെച്ചിട്ട് എന്ത് ചെയ്യും, മെഷർമെൻറ്റ് ചെയ്തിട്ട് ടീൻസിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യും. ഇവർ ഉറക്കത്തിനെ ഏതൊക്കെ കുട്ടികൾ ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നു എന്നുള്ളത്. അതായത്
കൺക്ലൂഷനിലെത്തും, ഒരു അവസാന തീരുമാനത്തിലെത്തും. ഫ്രം ദിസ് ദി കൺക്ലൂഷൻസ് ആർ ഡ്രോൺ ഡയറക്ട്ലി ഫ്രം ദിസ് ന്യൂ മെഷറബിൾ ഡാറ്റ. ഇതിൽ നിന്നൊരു കൺക്ലൂഷൻ എത്തും, ഒരു മെഷറബിൾ ഡാറ്റ അവർക്ക് കിട്ടും. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് എംപിറിക്കൽ റിസർച്ച്. എംപിറിക്കൽ റിസർച്ച് ഇൻവോൾവ്സ് കളക്ടിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ ത്രൂ ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെൻറ്റേഷൻ. ഇറ്റ്സ് അബൌട്ട് ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് ആൻഡ് വാലിഡേറ്റിംഗ് തിയറീസ്. ആ ഗസ് ചെയ്തല്ലോ ഇന്ന കാരണം കൊണ്ട് ആ ഗസ് കറക്റ്റാണോ നോക്കുന്നതാണ് എന്ത് എംപിറിക്കൽ റിസർച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് റിസർച്ച്. ഇതിൽ കോൺസെപ്റ്റിൽ ഈ ഫോട്ടോയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇത് നന്നായി പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഹൈപ്പോത്തസിസും വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്. ഇത് കഴിഞ്ഞ കൊല്ലം 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഹൈപ്പോത്തസിസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ചോദിച്ചാൽ ആദ്യം ഹൈപ്പോത്തസിസ് എന്താണെന്ന് എഴുതണം. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് തന്നെ ഓർമ്മ വരുന്ന ഒരു വേർഡാണ് ഗസ്, പ്രഡിക്ഷൻ. അതായത് നമ്മൾ ഊഹിക്കുക, പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു വേർഡ് ഓർമ്മ വരണം. അപ്പോൾ ഹൈപ്പോത്തസിസ് ഇസ് എ ടെൻറ്റേറ്റീവ് testable statement about the relationship between two or more variables. It is an informed guess or prediction that the research is designed to either support or refute. Refute എന്ന് പറഞ്ഞാൽ റിജക്റ്റ്. അതായത് നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ ആദ്യം ഒബ്സർവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അത് ഗസ് വർക്ക് ചെയ്യും. ആ ഗസ് വർക്ക് ചെയ്യണതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത്, ഇന്ന് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഗസ്സിങ് ചെയ്യണതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഹൈപ്പോത്തസിസ് എന്ന് പറയാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഹൈപ്പോത്തസിസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തസിസ്. ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റിസർച്ചർ ഒരു കോളേജ് ക്യാമ്പസിൽ പോയിട്ട് നോക്കുമ്പോൾ അവിടുത്തെ മിക്ക കുട്ടികൾക്കും എന്താണ് ഭയങ്കര ക്ഷീണം തോന്നിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ ഏകദേശം ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂറാണ് രാത്രി ഉറങ്ങുന്നത്. അപ്പോൾ ഈ ഉറക്കത്തിന് എന്തുണ്ട്, ഈ കുട്ടികളുടെ ക്ഷീണത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്വഭാവത്തിന്, അവരുടെ ക്യാരക്ടറിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട്. അതിനെയാണ് പറയുക ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തസിസ്. എ ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തസിസ് ഡിസ്ക്രൈബ്സ് എ ക്യാരക്ടറിസ്റ്റിക് ഓർ ഫിനോമിനൻ. ഇറ്റ് ഡസൻ എക്സ്പ്ലെയിൻ വൈ ഇറ്റ് ഹാപ്പൻ. അവിടെ ആ റിസർച്ചർ അത് എന്താണ് കാരണം, എന്തിന് എന്നതൊന്നും പറയണില്ല. ആ കോളേജ് കുട്ടികളുടെ ക്ഷീണത്തിൻ്റെ കാരണം എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഉറക്കമാണ് എന്നുള്ളത്. അപ്പോൾ അതാണ് ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തസിസ്. അടുത്തതാണ് റിലേഷണൽ ഹൈപ്പോത്തസിസ്. റിലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഉണ്ട്, റിലേഷൻഷിപ്പ്. എന്താണ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഐസ്ക്രീം കടക്കാരന് വിൽക്കുന്ന അയാൾ നോക്കുമ്പോൾ അയാളുടെ കച്ചവടം ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുതിച്ച് പൊന്തി പോകുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എപ്പോഴാണ്, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത്, അതായത് ചൂട് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അയാൾക്ക് ഐസ്ക്രീം നല്ലോണം കച്ചവടം ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ ഐസ്ക്രീംസിൻ്റെ സെയിൽസും ആ ദിവസത്തിൻ്റെ ടെമ്പറേച്ചർ ചൂടും തമ്മിൽ എന്തുണ്ട്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ 2 വേരിയബിൾസും തമ്മിൽ എന്തുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനാണ് പറയുക റിലേഷണൽ ഹൈപ്പോത്തസിസ്. എ റിലേഷണൽ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. ആ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിനാണ് ഇവിടെ ടെമ്പറേച്ചറും അതേപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ കച്ചവടവും രണ്ടും 2 വേരിയബിൾസ് ആയിട്ട് എന്തുണ്ട്, കണക്ഷൻ ഉണ്ട്. ഇനി അടുത്തതാണ് കോസൽ ഹൈപ്പോത്തസിസ്. കോസ്, കാരണം. ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു തോട്ടക്കാരൻ, ഓക്കെ, ആ തോട്ടക്കാരന് അയാളുടെ തോട്ടത്തിലുള്ള തക്കാളി ഭയങ്കരമായിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കണം, നന്നായിട്ട് വരണം. അപ്പോൾ അയാൾ എന്താ ചെയ്യുക, നല്ല ഓർഗാനിക് ആയിട്ടുള്ള വളം കൊണ്ടുവന്ന് എന്ത് ചെയ്യും, അതിലിട്ട് കൊടുക്കും. അതാണ് എന്ത്, കോസ്. ഓർഗാനിക് വളം ഈ തക്കാളിയുടെ ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുവന്നിടുക. അപ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ എഫക്റ്റ് എന്തായിരിക്കും, നല്ലോണം തക്കാളി ഉണ്ടാവും, തക്കാളി കൂടി വരും. അപ്പോൾ ഇതാണ് കോസും എഫക്റ്റും. അതായത് ഫെർട്ടിലൈസർ, അതായത് ഈ വളം എന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കാരണമാണ് എന്ത്, കൂടുതൽ തക്കാളികൾ ഉണ്ടാവാനുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഹൈപ്പോത്തസിസ് ആണ് കോസൽ ഹൈപ്പോത്തസിസ്. എ കോസൽ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്സ് എ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. ഇതിലൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ചേഞ്ച് ഇൻ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഡയറക്ട്ലി കോസസ് ദ ചേഞ്ച് ഇൻ ഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് നമ്മൾ വളമിട്ട് കൊടുക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ ഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള തക്കാളിയുടെ ഉൽപ്പാദനം എന്ത് ചെയ്യും, കുറയും. അപ്പോൾ അതാണ് കാഷ്വൽ ഹൈപ്പോത്തസിസ്. ഇനി അടുത്തതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ എലക്ഷൻ വരികയാണ്. അപ്പോൾ എലക്ഷൻ വരുമ്പോൾ മേയർ പറയുകയാണ് എന്തെന്ന്, നമുക്ക് ഇപ്രാവശ്യം ഒരു 50% എന്തുണ്ടാവും, റേറ്റിംഗ് ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ്.
അതായത് 50% എന്ന് പറഞ്ഞാൽ എന്താണ്, ആ നാട്ടിലത്തെ 50% ജനങ്ങളും പകുതി ജനങ്ങളും എന്ത് ചെയ്യും, ഈ ആളെ സപ്പോർട്ട് ചെയ്യും എന്നൊരു കാര്യം പറയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവിടുത്തെ ഒരു ലോക്കൽ ന്യൂസ് പേപ്പർ എന്ത് ചെയ്യും, പതുക്കെ ഒരു പോൾ ഇട്ട് കൊടുക്കും. പോൾ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഇയാൾക്ക് വോട്ട് ചെയ്യുമോ ഇല്ലയോ, യെസ് ക്ലിക്ക് ചെയ്യുമോ, അങ്ങനെ അത്തരത്തിലുള്ളൊരു പോൾ ഇട്ട് കൊടുക്കും. അങ്ങനെ പോൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, അതിൽ നിന്നും ഒരു റിസൾട്ട് കിട്ടും അല്ലേ. അപ്പോൾ അത്തരത്തിൽ ആ ഒരു തരത്തിലുള്ള ഹൈപ്പോത്തസിസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എ പോപ്പുലേഷൻ പാരാമീറ്റർ ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ഇവിടെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് വഴി ന്യൂസ് പേപ്പറുകാർ എന്ത് ചെയ്യുകയാണ്, ഒരു പോള് നടത്താണ്. പക്ഷേ അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, പോപ്പുലേഷൻ്റെ, അവിടുത്തെ ജനങ്ങൾ ആ പോപ്പുലേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു ഹൈപ്പോത്തസിസിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്. നള്ള് ഹൈപ്പോത്തസിസ് ആണ് അടുത്ത ഹൈപ്പോത്തസിസ്. നള്ള് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുമില്ല, പ്രത്യേകിച്ച് നോ എഫക്റ്റും ഇല്ല, ഡിഫറൻസും ഇല്ല, പ്രത്യേകിച്ച് ഒരു വ്യത്യാസമൊന്നുമില്ല, ഒരു റിലേഷൻഷിപ്പും ഇല്ല, ഒന്നുമില്ല, നള്ള്. അപ്പോൾ നള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ തോട്ടക്കാരൻ്റെ കഥ പറയുകയാണെങ്കിൽ, ആ തക്കാളിക്ക് അത്രയും വളം ഇട്ടിട്ടും അവിടെ പ്രത്യേകിച്ച് തക്കാളി ഒന്നും കൂടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നള്ള് ഹൈപ്പോത്തസിസ് ആണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്സ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. ഇറ്റ്സ് വാട്ട് യു എയിം ടു റിജക്റ്റ്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് എ റിസർച്ച് നടത്തുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്. അതൊക്കെ സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ടു എക്സ്പ്ലോർ, നമ്മൊരു പുതിയ കാര്യം കണ്ടുപിടിക്കുക, ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻസൈറ്റ്സ്, ഡാറ്റ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് എന്ത്, ഫസ്റ്റത്തെ പോയിൻ്റ് ഡിസ്കവർ ന്യൂ ഇൻഫർമേഷൻ ആൻഡ് ഇൻസൈറ്റ്. രണ്ടാമത്തെ ടു ഡിസ്ക്രൈബ്, അതായത് ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ് എ ഫിനോമിന, എ സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷനെ ഒരു ഫിനോമിനോ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു റിസർച്ച്, അതും റിസർച്ചിൻ്റെ ഒരു ലക്ഷ്യമാണ്. പിന്നുള്ളത് ടു എക്സ്പ്ലെയിൻ, ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട്, അണ്ടർസ്റ്റാൻഡ് ദി റീസൺസ് ബിഹൈൻഡ് എ ഫിനോമിനൻ ഓർ സിറ്റുവേഷൻ, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ റിസർച്ച് ചെയ്യും. പിന്നെന്താണ് ടു പ്രഡിക്റ്റ്, നമുക്കൊന്ന് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക, നമ്മുടെ ഭാവിയിൽ ഉള്ള ഇവൻറ്റിനെ, ഭാവിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിനും കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിസർച്ച് നടത്തും. പിന്നെ ടു ഐഡൻറ്റിഫൈ, എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പാറ്റേൺസ്, ട്രെൻഡ്സ്, റിലേഷൻഷിപ്പ്, അതൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത്, ഇനിയുള്ള ട്രെൻഡുകൾ എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു റിസർച്ച് നടത്തും. ഇനി അടുത്തത് ടു സോൾവ് പ്രോബ്ലം സോൾവിങ് ആണ് ആര്, റിസർച്ച്. നമ്മുടെ പ്രശ്നത്തിനൊരു പരിഹാരമാവും എന്ത്, റിസർച്ച്. അപ്പോൾ ഫൈൻഡ് സൊല്യൂഷൻസ് ടു എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ് ഓർ ഇംപ്രൂവ് എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻസ്. റിസർച്ച് ഹെൽപ്പ് us ടു ലേൺ, ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. 5 മാർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും സിമ്പിളാക്കി എഴുതിച്ചാൽ ചിലപ്പോൾ 5 മാർക്ക് വീഴണമെന്നില്ല, മേ ബി ഒരു 3 മാർക്കൊക്കെ നിങ്ങൾക്ക് വീഴുള്ളൂ. നിങ്ങളെ ടെക്സ്റ്റിലുള്ള നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ തന്നെ എഴുതുക, അപ്പോഴേ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ, ഇനിയിപ്പോൾ ഒന്നും പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒന്ന് ആൻസർ എഴുതി വെക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മെറ്റീരിയലോ സോഴ്സിൽ നിന്നും എന്ത് ചെയ്യുക, നല്ല വൃത്തിയിൽ നീറ്റായിട്ട് എന്ത് ചെയ്യുക, വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് 5 മാർക്കിന് എഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഒരു ഡിറ്റക്റ്റീവിനെ മൈൻഡിൽ ഓർമ്മ വരണം. ഒരു ഡിറ്റക്റ്റീവ് ഒരു പ്രശ്നം വന്നിട്ട് ആ നാട്ടിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഒരു ഇൻഫർമേഷനും ഇല്ല, എന്താ ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അയാൾ എന്ത് ചെയ്തെന്ന് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആൻസർ എഴുതുക. അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഈസ് എ റിസർച്ച് കണ്ടക്റ്റഡ് വെൻ യു നോ വെരി ലിറ്റിൽ അബൌട്ട് എ പ്രോബ്ലം ഓർ ടോപ്പിക്. ദ റിസർച്ചർ ഡസ് നോട്ട് നോ ഹൗ മച്ച് അബൌട്ട് ദി പ്രോബ്ലം ആൻഡ് നീഡ്സ് അഡീഷണൽ ഇൻഫർമേഷൻ. ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഇതിൽ കാറ്റഗറീസ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഉണ്ട്, അതും കൂടി എഴുതാം. അതിൽ വരുന്നതാണ് സെക്കൻഡറി ഡാറ്റ, പിന്നെ അതേപോലെ തന്നെ കേസ് സ്റ്റഡീസ്, പിന്നെ എക്സ്പീരിയൻസ് സർവേസ്, പൈലറ്റ് സ്റ്റഡീസ്, അതും കൂടി എഴുതി വെക്കണം. അതിലിപ്പോൾ എക്സ്പീരിയൻസ് സർവേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളുടെ എക്സ്പീരിയൻസിൽ നിന്നിട്ടുള്ള എടുക്കുന്ന ഒരു റിസർച്ചാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കൊരു അസുഖം വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അയാളെ റിസർച്ച് ചെയ്യും, എന്താണ് അസുഖം വരാനുള്ള കാരണങ്ങളുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ അതാണ് എന്ത്, എക്സ്പീരിയൻസ് സർവേ. പിന്നെ സെക്കൻഡറി ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾ കണ്ടുപിടിച്ച ഇൻഫർമേഷനൊക്കെ അതിൽ നിന്നും ഗ്യാദർ ചെയ്തെടുക്കുന്നതാണ് സെക്കൻഡറി ഡാറ്റ അനാലിസിസ്.
അത് കളക്ട് ചെയ്തിട്ട് വേറൊരാൾ കളക്ട് ചെയ്തതും പബ്ലിഷ് ചെയ്തതാവാം, അതിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടും. ഈ എക്സ്പ്ലോറേറ്ററി ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കണ്ടുപിടിക്കണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന സോഴ്സസ് ആണ്, കാറ്റഗറീസ് ആണ് എന്ത് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ സോഴ്സസോ അല്ലെങ്കിൽ കാറ്റഗറീസ് ആണ് എന്ത് ഈ പറയുന്ന കാര്യങ്ങൾ. എക്സ്പീരിയൻസ് സർവേസ്, സെക്കൻഡറി ഡാറ്റ അനാലിസിസ്, പിന്നെ കേസ് സ്റ്റഡി മെത്തേഡ്. കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പേഴ്സണെയോ ഒരു ഗ്രൂപ്പിനെയോ ഒരു ഓർഗനൈസേഷനെയോ ഒക്കെ എന്ത് ചെയ്യും, പഠിച്ചിട്ട് ഡീറ്റെയിലായിട്ട് ഡീപ്പായിട്ട് പഠിച്ച് കാര്യങ്ങൾ റിസർച്ച് ചെയ്തെടുക്കുകയാണ് എന്ത് കേസ് സ്റ്റഡി മെത്തേഡ്. പിന്നുള്ളതാണ് പൈലറ്റ് സ്റ്റഡീസ്. പൈലറ്റ് സ്റ്റഡീസ് 2 മാർക്കിനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അതും ഒരു എക്സ്പ്ലോറേറ്ററി ടെക്നിക്കാണ്. എന്താണ്, ഒരു ട്രയൽ റണ്ണ് നടത്തും. ഞാൻ പറയുന്നത് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് റിഹേഴ്സൽ എന്ന്. അപ്പോൾ ട്രയൽ റണ്ണ് നടത്തിയിട്ട് എന്ത് ചെയ്യും, മെയിനായിട്ടുള്ള സംഭവം വലിയ ആൾക്കാരുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യനെയറായിട്ടോ ഒരു എക്സ്പെരിമെൻ്റായിട്ടോ എന്ത് ചെയ്യും, ട്രയലായിട്ട് കുറച്ച് ആളുകളോട് ചോദിച്ചിട്ട് ഉത്തരം കണ്ടെടുക്കുന്നത് എന്താണെന്നാണ് പൈലറ്റ് സ്റ്റഡീസ്. അപ്പോൾ ഇതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. 5 മാർക്കിന് വന്നാൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് റിലയബിലിറ്റിയും വാലിഡിറ്റിയും. ഇതും 5 മാർക്കിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. റിലയബിലിറ്റിയും വാലിഡിറ്റി എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ വെയിറ്റ് നോക്കണ മെഷീനില്ലേ, അതിൽ എത്ര പ്രാവശ്യം നമ്മൾ വെയിറ്റ് നോക്കിയാലും ആ സെയിം ആൻസർ തന്നെയാണോ കിട്ടുന്നത്, റിപ്പീറ്റഡ് മെഷർമെൻറ്റ് ചെയ്തിട്ടും സെയിം ആൻസർ തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളതാണ് എന്ത് റിലയബിലിറ്റി. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേപോലെ തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്, അത് റിലയബിളാണ്. അതാണ് റിലയബിലിറ്റി. വാലിഡിറ്റി എന്ന് പറയുന്നതോ, ആ ആക്യുറേറ്റ് ആയിട്ട് അതൊരു ഉത്തരം തരുന്നുണ്ടെങ്കിൽ അതെന്താണ്, വാലിഡിറ്റിയാണ്. അപ്പോൾ ഇതാണ് റിലയബിലിറ്റിയും വാലിഡിറ്റിയും. റിലയബിലിറ്റി മീൻസ് കൺസിസ്റ്റൻസി. ഇറ്റ്സ് അബൌട്ട് വെദർ യു വുഡ് ഗെറ്റ് ദി സെയിം റിസൾട്ട്സ് ഇഫ് യു റിപ്പീറ്റഡ് ദി മെഷർമെൻറ്റ്സ് അണ്ടർ ദി സെയിം കണ്ടീഷൻസ്. എ വാലിഡ് സ്കെയിൽ നോട്ട് ഓൺലി കൺസിസ്റ്റൻ്റ്ലി ഗീവ്സ് ദ സെയിം നമ്പർ ബട്ട് ഓൾസോ ഗീവ്സ് യു ട്രൂ വെയ്റ്റ് അല്ലെങ്കിൽ ആക്യുറേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. പക്ഷേ ഇതൊന്നല്ല, ഇനിയും ഉണ്ട്, ഒരുപാട് ഷോർട്ട് എസ്സേസ് ഉണ്ട്, അതൊക്കെ പഠിക്കണം. ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്സ്, അതേപോലെ തന്നെ വേറെയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക. ഇത് ലാസ്റ്റ് ഫ്യൂ അവേഴ്സാണ് പരീക്ഷയ്ക്ക് ബാക്കിയുള്ളത്. ഇത് 5th സെമ്മാണ്. ഇനി നിങ്ങൾക്ക് ടൈമില്ല പഠിക്കാനായിട്ട്. അപ്പോൾ മാക്സിമം പഠിച്ചു പോവുക. അതേപോലെ തന്നെ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ഗ്രൂപ്പിലെങ്ങാനും ഇട്ട് കൊടുക്കുക. ആരെങ്കിലും പാസ്സായി ജയിച്ച് പോയിക്കോട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.